ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴമടുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഴമടുക്കുക എന്താണെന്നില്ലേ, മുട്ട അടുക്കുന്ന കേട്ടില്ലേ, അതിൻ്റെ വേറൊരു പോർഷനാണ് പഴമടുക്കുക. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അതിന് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വലിയ സൈസ് മുട്ട തന്നെയാണ്. ഇനി 1 കപ്പ് മൈദ, അതേ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ഏലക്ക അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ആയാലും മതി. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 5 പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഏലക്കപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 2 ഏലക്ക ചേർത്താലും മതി. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദ ചേർക്കാം. മൈദ 1 കപ്പാണ്. 1 കപ്പ് മൈദ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മെഷറിങ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ ശരിയായിട്ട് വരില്ല. ഇനി അതിലേക്ക് ടേസ്റ്റിന് ബാലൻസ് ചെയ്യാൻ ഉപ്പ് ചേർക്കാം. പിന്നെ 1 കപ്പ് പാല്, മെഷറിങ് കപ്പിൻ്റെ അതേ അളവാണ് 1 കപ്പ് പാല്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. ഇതുപോലെ ആയിരിക്കണം. തിക്കാവാനും പാടില്ല, നന്നായി ലൂസാവാനും പാടില്ല. ഇന്ന് മാറ്റി വെക്കാം. ഇതിലൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ളത് 3 ഏത്തക്കയാണ്. ചെറിയ ഏത്തക്കയാണ് 3 എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ഷുഗർ, നെയ്യ്, നട്ട്സ് ഞാൻ ബദാം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കളാം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത ഏത്തക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് പഴുപ്പ് മതി, നന്നായി പഴുപ്പ് വേണ്ട. നന്നായി പഴുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഷുഗറെല്ലാം എടുത്തിരുന്നത്, അതിന്ന് പകുതി ഷുഗർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി പകുതി തേങ്ങയുടെ മിക്സിലേക്ക് ചേർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ ഒന്ന് ഷുഗർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഈ ഏത്തക്കയുടെ മിക്സ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഷുഗർ നന്നായി മെൽറ്റ് ആയിട്ട് ഏത്തക്ക നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിൽ ചേർത്തതിൻ്റെ ബാക്കി പഞ്ചസാരയാണ്. നന്നായി ഇളക്കിയതിന് ശേഷം പഴം വഴറ്റിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നട്ട്സ് ഇട്ടാൽ ഒരു വേറെ ടേസ്റ്റിന്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് വഴഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായി ഗ്രീസ് ചെയ്യണം. അതിലേക്ക് നമുക്ക് ബാറ്റർ 2 തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫ്രൈ പാൻ കുറച്ച് വലുതാണെങ്കിൽ ഒരു 3 തവി വരെ ആകാം. എൻ്റെ ചെറുതാണ്, അതുകൊണ്ട് 2 തവി മതി. അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും ആവുന്നത് വരെ ഒരു ദോശയുടെ വലുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അതൊന്ന് പകുതി വേവായാൽ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇടുന്നത്, അതുകൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കണം. ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കരുത്. അതാണ് ഞാൻ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ മറിച്ചിടുന്ന ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റും ചെയ്യുമ്പോൾ. അതുകൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട്. ഒന്ന് മടക്കിയതിന് ശേഷം അതൊന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ആ സൈഡിൽ കൂടെ ഒന്ന് മാവ് ഒഴിച്ചാൽ മതി, കുറച്ച് മാവ് ഒഴിച്ചാൽ മതി. ഇനി ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ നെയ്യ് ഗ്രീസ് ചെയ്ത് അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു ഹാഫ് വേവായതിനു ശേഷം അതിലേക്ക് ഫില്ലിങ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അധികമാവണ്ട, അധികമായാൽ അടുക്ക് ആക്കാൻ ശരിയാവില്ല. ഇങ്ങനെ എല്ലാ ഭാഗവും ചെയ്തെടുക്കാം. ഇപ്പോൾ റൈറ്റ് സൈഡല്ല, അപ്പോൾ കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മറിച്ചിടണം. എന്നിട്ട് നന്നായി അമർത്തി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് അടുക്ക് ഉണ്ടാക്കാൻ വയ്ക്കുന്നു അത്രത്തോളം ചെയ്യാം. ഞാനൊരു 5 അടുക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒട്ടിപ്പിടിച്ചോളും. എന്നിട്ടൊന്ന് ചെറുതായൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും മാവാവുന്നത് വരെ ഇങ്ങനെ ആയി കൊടുക്കുക. ഇപ്പം നമ്മുടെ അടുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ വശത്ത് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ മറ്റേ വശത്തും നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാവും ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫില്ലിങ് ഇടുന്ന ഭാഗം ഒരിക്കലും മറിച്ചിടരുത്. അതിൻ്റെ മറ്റേ ഭാഗമാണ് മറിച്ചിടാൻ. ഇപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ്, ഇങ്ങനെ വേണം, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇങ്ങനെ പലർക്കും മിസ്റ്റേക്ക് പറ്റും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിൻ്റെ മറ്റേ ഭാഗം വേണം ചെയ്തെടുക്കാൻ. നമ്മൾ വേവിച്ച ഭാഗം വേണം ചെയ്യാൻ. ഇങ്ങനെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ നെയ്യ് ഗ്രീസ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് മാവ് ഒഴിച്ച് അതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് എത്രത്തോളം അടുക്കുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു അത്രത്തോളം ഉണ്ടാക്കാം. എനിക്കിപ്പോൾ ഈ ബാറ്ററിൽ നിന്ന് 2 അടുക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരടുക്ക് തന്നെ ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് 2 പോർഷൻ ആക്കാൻ ഉദ്ദേശിച്ച്. നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഫില്ലിങ് കഴിയേണ്ട വരെ ചെയ്തെടുക്കാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അടുക്ക് അടർന്നു പോരും. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൻ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ കുറച്ച് നേരം കണ്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളും. ഈ നെയ്യ് 2 പുറത്തും ഗ്രീസ് ചെയ്ത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴമടക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. കഴിച്ചാലും മടുക്കില്ല, അത്രത്തോളമാണ് ടേസ്റ്റ്. കണ്ടോ, അടുക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ തന്നെ കാണാം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.